Everyone is wondering how high BTC will go and whether altcoins will follow. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 ഇരട്ടി വർധനവാണ് BTCയുടെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. Wait. I'll tell you. ഈ ഒരു റാലി പ്രധാനമായി നയിച്ചിട്ടുണ്ടാവുക സ്പെക്യുലേഷൻസും സ്പോട്ട് ബിറ്റ്കോയിൻ ETF അപ്രൂവലും ആയിരിക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർ എക്സാക്ട്ലി ആർ വി ഇൻ ദ ക്രിപ്റ്റോ സൈക്കിൾ റൈറ്റ് നൗ. ബൈ ദ വേ, ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇനി നടക്കാൻ പോകുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ സിനാരിയോസ് ആയിരിക്കും. സോ യൂസ് ദ ടൈം സ്റ്റാമ്പ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി ടൈം ആൻഡ് ഷെയർ ദിസ് വിത്ത് യുവർ ക്രിപ്റ്റോ പീപ്സ് ഫോർ ദെയർ റെഫറൻസ്. മാർക്കറ്റ് അപ്പ് ആവാൻ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ടു ഷെയർ സം ക്രിപ്റ്റോ റിലേറ്റഡ് കോണ്ടന്റ് ഫോർ യുവർ റെഫറൻസ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഹിറ്റ് ദ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് എവറി വീക്ക്. സോ ദിസ് ഇസ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്, ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. സോ ഡു യുവർ ഓൺ റിസർച്ച്. So watch this video if you are a trader, investor, crypto enthusiast or ഒരു സാധാരണ മലയാളി who wants to secure his future through crypto investing and trading. This is Mirzad and you're watching Crypto Tribe. Before I tell you market ഇനി എങ്ങോട്ടേക്ക്, ബിറ്റ്കോയിൻ ഇനി എത്ര നാൾ മുകളിലോട്ട്, let me share some important aspects with you. So firstly, crypto investors നമുക്ക് വേണമെങ്കിൽ 3 തരംതിരിക്കാം. That is TradFi Whales, Crypto Whales and Retail Investors. തങ്ങളുടെ വെൽത്ത് സ്റ്റോക്ക്, ബോണ്ട് പോലെയുള്ള ട്രഡീഷണൽ അസറ്റ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് TradFi Whales aka ട്രഡീഷണൽ ഫൈനാൻസ് വെയിൽസ് എന്ന് പറയാം. ഇവരിൽ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചു നിന്നവരായിരുന്നു ഭൂരിഭാഗം ആൾക്കാരും. ഈ ഇടയിലാണ് പലവർക്കും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ തന്നെ കിട്ടിയത്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം US ഉണ്ടായിട്ടുള്ള റെഗുലേറ്ററി ആസ്പെക്ട്സുകളും ക്രിപ്റ്റോ അടങ്ങിയിരിക്കുന്ന ഒരുപാട് റിസ്ക് എലമെന്റ്സും ഒക്കെയാണ്. എന്നാൽ ഈ ഇടയിൽ US സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ SEC സ്പോട്ട് ബിറ്റ്കോയിൻ ETF ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻസ് എല്ലാം അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഈ റെഗുലേഷൻസ് എല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. സോ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന അടുത്ത കുറച്ച് മാസങ്ങൾ ബിറ്റ്കോയിനെ സംബന്ധിച്ച് മുകളിലോട്ട് തന്നെയായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് മേജർലി ബിക്കോസ് ഓഫ് 3 reasons. Number 1, TradFi Whales അവരുടെ ക്ലയൻസിന് സ്പോട്ട് ബിറ്റ്കോയിൻ ETF ഓഫർ ചെയ്യാൻ എടുക്കുന്ന സമയം. ഫോർ എക്സാമ്പിൾ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ടാണ് സ്പോട്ട് ബിറ്റ്കോയിൻ ETF അവരുടെ ക്ലയൻസിന് ഓഫർ ചെയ്ത് തുടങ്ങിയത്. അതുമൂലം ഉണ്ടായിട്ടുള്ള മാർക്കറ്റ് ഹൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളെടുക്കും യുഎസിലെ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എടുക്കാനായിട്ട്, which will affect Bitcoin's price in a positive manner. Second reason, these institutions invest passively. ഇവരുടെ പ്ലാൻ അനുസരിച്ച് സ്പോട്ട് ബിറ്റ്കോയിൻ ETF പോലെയുള്ള അസറ്റുകൾ ഓട്ടോമാറ്റിക്കലി ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. Even if it is small, it can affect the price of Bitcoin positively. Third reason, ഇതിനെ തുടർന്നാണ് ബിറ്റ്കോയിന്റെ 11% മാത്രമേ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങിക്കാനോ വിൽക്കാനോ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BTC മൈനേഴ്സ് ഓരോ ദിവസവും ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ 2 മാസത്തിൽ 1 മില്യൺ ബിറ്റ്കോയിൻ ആണ് സ്പോട്ട് ബിറ്റ്കോയിൻ ETF കാരണം വാങ്ങിയത്, which means there is a shortage of Bitcoin. When supply is low, the demand goes up. ചിലർ അവകാശപ്പെടുന്നത് the spot Bitcoin ETF will run out of Bitcoin to buy soon, causing Bitcoin's price skyrocket. Firstly, it is because 2 ലക്ഷം ബിറ്റ്കോയിൻ ആണ് US ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നത്. ഈ ഇടയിൽ 1 ബില്യൺ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ ആണ് അവർ സെൽ ചെയ്തത്. ഇനിയും പ്രൈസ് ഉയരുകയാണെന്നുണ്ടെങ്കിൽ they will sell more of Bitcoin. മാത്രമല്ല പല ബാങ്ക്റപ്റ്റ് ആയ ക്രിപ്റ്റോ കമ്പനികളും അവരുടെ ബാധ്യതകൾ തീർക്കാനായിട്ട് ബിറ്റ്കോയിൻ സെല് ചെയ്യേണ്ടതായിട്ട് വരും. And this could leads to Bitcoin's price go down for sure. Now രണ്ടാമത്തെ കാറ്റഗറി ക്രിപ്റ്റോ വെയിൽസ്. കൂട്ടത്തിൽ കൊമ്പൻ എവിടെ എന്ന് ചോദിക്കുന്ന പോലെ here are the companies. They often engage in activities such as pumping and dumping on retail investors for profit. TradFi Whalesനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്പോട്ട് BTC ETF മേടിക്കാൻ പ്രേരിപ്പിച്ചതും ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. മീൻവൈൽ ക്രിപ്റ്റോ പ്രൈസ് കൂടാൻ കാരണക്കാരായ മറ്റ് 2 കൂട്ടരാണ് ബൈനാൻസും ടെതർ USDTയും. മാത്രമല്ല ബൈനാൻസ് ഫോമർ CEO ചങ്ക്മൻ സാവോ പറഞ്ഞത് അവരെ കയ്യിലിരിക്കുന്ന ബില്യൺസ് വർത്ത് ഓഫ് BUSD മറ്റ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നാണ്, വിച്ച് മീൻസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളിലൊക്കെ പ്രൈസിൽ വർധന ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബൈനാൻസ് മാത്രമല്ല ക്രിപ്റ്റോ മാർക്കറ്റിനെ പിന്തള്ളുന്ന കാര്യത്തിൽ ടെതറും കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ മെയ് മുതൽ എല്ലാ മാസവും അവരുടെ USDT ഹോൾഡിംഗ്സ് നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചുകൊണ്ട് അവർ ബിറ്റ്കോയിൻ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. വെൽ ദിസ് ഇസ് മൈ ഷോർട്ട് ടൈം ടാർഗറ്റ് ഫോർ ബിറ്റ്കോയിൻ ഫോർ യു. ബൈനാൻസിൽ 69,000-നും 76,000-നും ഇടയിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ദാറ്റ് കുഡ് ബി എ ഷോർട്ട് ടൈം ടാർഗറ്റ് ഫോർ ബിറ്റ്കോയിൻ. ഓൾസോ കീപ്പ് ഇൻ മൈൻഡ് ഫോർ ലെവറേജ് ട്രേഡിംഗ്. ആളുകൾ പ്രൈസ് കൂടുന്നതിലും കുറയുന്നതിലും ബെറ്റ് വെക്കുന്നതിനാണ് ലെവറേജ് ട്രേഡിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ലെവറേജ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കുറയുമെന്ന് വിചാരിച്ച് ഇൻ കേസ് ബിറ്റ്കോയിൻ പ്രൈസ് കൂടുകയാണെങ്കിൽ there will be a squeeze. സോ അവർ കൊളാട്രൽ
ആയി വെച്ചിരിക്കുന്ന യൂഷ്വലി USDT സെൽ ഓഫ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ മേടിക്കേണ്ടതായിട്ട് വരുന്നു. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു ഹൈക്ക് ഇൻ ദ പ്രൈസ്. ഇൻ കേസ് പ്രൈസ് കൂടുമെന്ന് ബെറ്റ് ചെയ്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ they will have to sell their Bitcoin, then that will leads to cascading liquidation, which will leads to drop in the price of Bitcoin. തുടർച്ചയായിട്ടുണ്ടാവുന്ന സ്ക്വീസ് ആൻഡ് കാസ്കേഡിംഗ് ലിക്വിഡേഷൻ ആണ് മാർക്കറ്റിൽ ഇത്തരത്തിലൊരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. And that is why Bitcoin's price can be so volatile around these important price ranges. Now, the third one is retail investors. നമ്മളെ പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ വേണമെങ്കിൽ റിറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ റിറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ക്രിപ്റ്റോയിൽ കാര്യമായി അറ്റൻഷൻ കൊടുക്കാത്തവരോ കാര്യമായി ഇൻവോൾവ് ചെയ്യാത്തവരായിരിക്കാം. ലൈക്ക് ഐ മെൻഷൻഡ്, ക്രിപ്റ്റോ വെയിൽസിന് മാർക്കറ്റിലേക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സ് കിട്ടാത്തതുകൊണ്ട് തന്നെ they wanted to change the narrative through meme coins. So meme coin റാലിയെ ഓർഗനൈസ് ചെയ്തതിനു ശേഷം they saw a lot of retail investors coming to the picture. ഈ ഒരു ഐഡിയ ഒരു പരിധി വരെ എഫക്റ്റീവ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. They got the attention of a lot of passive crypto investors in the market, so called retail investors. ഇപ്പോൾ ഈ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ സെർച്ചിലും ഒക്കെ മീം കോയിന്റെ സെർച്ച് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇനി ഉയർന്നു വരുന്ന ഒരു ചോദ്യം, മീം കോയിൻസ് ഉണ്ടാകുന്ന ഈ റാലി ആൾകോയിൻസിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. However, these retail investors don't seems to be in good shape these days because of high inflation and high interest rates. This is very important because ക്രിപ്റ്റോയിലേക്ക് ഒഴുകുന്ന ഭൂരിഭാഗം റിറ്റെയിൽ അസറ്റ്സും വരുന്നത് US നിന്നാണ്. So they choose meme coin investment as one of their solution to fight against this high inflation and high interest rates. By the way, altcoinsന്റെ പ്രൈസ് ബാഡായി പെർഫോം ചെയ്യുന്നു എന്നതിനർത്ഥം സ്പോട്ട് BTC ETF ലേക്കുള്ള ഫണ്ട് നല്ലപോലെ ഒഴുകുന്നു, അതുകൊണ്ട് ബിറ്റ്കോയിൻ നല്ലപോലെ പെർഫോം ചെയ്യുന്നു മാത്രം. ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന പണം ആൾകോയിൻസിലേക്ക് വരില്ല എന്നാണ് പല ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും പറയുന്നത്. എന്നാൽ existing crypto whales can make a different dynamics in the situation. So the key difference in crypto market cycle includes TradFi whales driving up BTC's price, crypto whales being surprised, and retail investors being uninterested or inaccessible. ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റ് കഴിഞ്ഞ 2 ഡെക്കേഡിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ഹൈ ആണ്. കൂട്ടത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വേറെ. ഇനി അതൊന്നുമല്ലാതെ US ഫെഡറൽ റിസർവ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 40% മണി സപ്ലൈ കൂട്ടിയത്. ഇത്രയും വലിയ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ആണ് കഴിഞ്ഞ മാർക്കറ്റ് റാലിക്ക് ഇത്രയും അധികം ഫോഴ്സ് കൊടുത്തത്. ഇനി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് മോസ്റ്റ് ക്രിപ്റ്റോ അസറ്റ്സിന്റെയോ മറ്റ് അസറ്റ്സുകളുടെയോ എല്ലാം വാല്യൂ 40% കുറയാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിന്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് പ്രൈസ് $50,000 വരെ ആവാം. സോ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം പ്ലേ ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കുഡ് ഗോ അണ്ടർ എ മേജർ കറക്ഷൻ ബിഫോർ ഇറ്റ് ഗോസ് ടു എ ന്യൂ ഓൾ ടൈം ഹൈ. സാധാരണ കറക്ഷൻ സംഭവിക്കുന്നത് ബിറ്റ്കോയിന്റെ ഹാൾവിങ്ങിന് മുമ്പോ ശേഷമോ ആയിരിക്കാം. ബിറ്റ്കോയിൻ ഹാൾവിങ്ങിന് മുമ്പ് കറക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് കുഡ് അഫക്ട് ദി ഓൾ ടൈം ഹൈ ഓഫ് ബിറ്റ്കോയിൻ. ഹാൾവിങ്ങിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി ബിറ്റ്കോയിൻ ഗോയിങ് ടു ദ മൂൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാൻഡമിക് സിനാറിയോയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന 40% ഇൻഫ്ലേഷൻ മാർക്കറ്റിനെ ഒരുപാട് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ കുഡ് ഡംപ് ദെയർ മണി ഇൻ ടു ബിറ്റ്കോയിൻ ബിക്കോസ് ബിറ്റ്കോയിൻ ഇസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് സൈക്കിളിൽ ബിറ്റ്കോയിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 2 lakh പെർ ബിറ്റ്കോയിൻ ആയിരിക്കാം. ഇഫ് ഇൻ കേസ് ഈ 40% ഇൻഫ്ലേഷൻ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പ്രൈസ് കുഡ് ബി അറൌണ്ട് 120K to 150K. കഴിഞ്ഞ മാസങ്ങളിൽ ബിറ്റ്കോയിൻ മാത്രമല്ല സ്റ്റോക്കിന്റെ പ്രൈസിലും കാര്യമായിട്ടുള്ള അപ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പെക്ട് എ കറക്ഷൻ. ഇനി ബിറ്റ്കോയിന്റെ ഫസ്റ്റ് ഡൗൺ ടേൺ സംഭവിക്കുന്ന സമയത്ത് ട്രേഡേഴ്സ് ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതും നമുക്ക് കണ്ടറിയാം. അതർ അസറ്റ്സിന്റെ പ്രൈസിനെ ഇതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതും ഒരു സംശയം തന്നെയാണ്. എനിവേ, ഡ്യൂ ടു ഇൻഫ്ലേഷൻ ആൻഡ് മെനി അതർ ആസ്പെക്ട്സ് ബിറ്റ്കോയിനെ ഇപ്പോഴും പലരും ഒരു സേഫ് ഹാവൻ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യെറ്റ് ടു ബി ടെസ്റ്റഡ്. സോ ഫൈനലി സ്പോട്ട് BTC ETFന്റെ അപ്രൂവലിന് ശേഷമുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒക്കെ ബിറ്റ്കോയിൻ പ്രൈസിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ലൈക്ക് ഐ മെൻഷൻ, ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ലോങ്സ്റ്റ് and one of the interesting, one of the bumpy journey of Bitcoin bull run that the market has ever seen. അതായത് ഇതുവരെ കാണാത്ത പല രീതിയിലുള്ള മാർക്കറ്റ് സൈക്കിൾ സിനാരിയോസ് പ്ലേ ഔട്ട് ആവുന്നത് നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. സോ വി ആർ ഹിയർ ടു ഗൈഡ് യു ആൻഡ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് മാർക്കറ്റ് സൈക്കിൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് ക്രിപ്റ്റോ ടിപ്സ് ടു ഇൻവെസ്റ്റ്, ടു ട്രേഡ്, what not. This is Mirzad signing off from Crypto Tribe. I will be seeing you very soon. Awesome.